പാലക്കാട് നഗരസഭയിലാണ് സംഘർഷം. കൗൺസിൽ യോഗത്തിനിടെയാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. LDF BJP അംഗങ്ങൾ തമ്മിലാണ് കയ്യാങ്കളിയും വാക്കേറ്റവും ഉണ്ടാകുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ BJP വോട്ടുകൾ എവിടെ പോയി എന്ന് LDF അംഗങ്ങൾ ചോദിച്ചു. ഇതിൽ പ്രകോപിതരായ BJP അംഗങ്ങൾ ബഹളം വെച്ചതോടെയാണ് വാക്കേറ്റം തുടങ്ങിയത്. ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ നഗരസഭാ യോഗത്തിലാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള കയ്യാങ്കളിയും വാക്കേറ്റവും ഉണ്ടാകുന്നത്. എല്ലാവർക്കും നമസ്കാരം. അവിടെ നമ്മുടെ തെറ്റിയില്ലേ, പഴയ എൻ്റെ സൗണ്ട് ആണെങ്കിൽ ഞാനായിരിക്കും ആദ്യം സംസാരിച്ചിട്ടുള്ളത്. ഈ സൗണ്ട് ഇടുന്നതിനെ ഒരു ഉപദേശമുണ്ട്. ദയവേത് ഈ കണ്ടക്ഷനും എടുത്താൽ നേരെ റോയൽക്കാരിലേക്കാണ് നമ്മളൊക്കെ പോകുന്നത്. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ശ്രീജിത്ത്, എന്തായാലും ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയാണ് പാലക്കാട് നഗരസഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള വാക്കേറ്റവും സംഘർഷവും കയ്യാങ്കളിയിലേക്കൊക്കെ പോകുന്ന തരത്തിലാണ്. നഗരസഭാ അധ്യക്ഷയ്ക്കെതിരായിട്ട് പലതരത്തിലുള്ള പരാമർശങ്ങളും അവിടെ ഉന്നയിക്കുന്നതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്? വിവരങ്ങൾ നൽകാം. തീർച്ചയായും കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ തോൽവി എന്തായാലും ഇത്തവണ ബിജെപിക്കെതിരായി നഗരസഭയിൽ വലിയ രൂപത്തിൽ കോൺഗ്രസും CPM ചർച്ചയാക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് നഗരസഭാ കൗൺസിൽ യോഗം തുടങ്ങിയത്. നഗരസഭാ കൗൺസിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ട നഗരസഭാ വികസനം തന്നെയായിരുന്നു. പക്ഷേ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ, വിശേഷം CPM അംഗങ്ങൾ BJPയുടെ വോട്ട് വിഹിതം ഈ BJPയുടെ 10,000 നഗരസഭയുമായി ബന്ധപ്പെട്ട് നഗരസഭയിലെ BJPയുടെ 10,000 വോട്ടുകൾ എവിടെ പോയി എന്ന ചോദ്യം ഉയർത്തി. ഈ ചോദ്യം ഉയർത്തിയപ്പോൾ ഇത് ചോദിക്കാൻ CPM അംഗങ്ങൾക്ക് എന്ത് അധികാരം, അവകാശം എന്ന രൂപത്തിലുള്ള ചോദ്യം മറുചോദ്യമായി BJP അംഗങ്ങൾ, വിശേഷിച്ചും നടരാജൻ അടക്കമുള്ള ആളുകൾ, ശിവരാജനും നടരാജനും അടക്കമുള്ള ആളുകൾ ഈ ചോദ്യം തിരിച്ചാവർത്തിച്ച് ചോദിച്ചു. അതോടൊപ്പം തന്നെ കൃഷ്ണകുമാർ, അതായത് BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന കൃഷ്ണകുമാർ കൂടി ഈ CPMനെതിരെ രംഗത്ത് വന്നതോടുകൂടി മറ്റൊരു രൂപത്തിലാണ് ചർച്ചകൾ വഴിമാറിയത്. അതായത് നഗരസഭയിൽ സംസാരിക്കാൻ CPM അംഗങ്ങൾക്ക് അധികം അവസരം കൊടുത്തു, അല്ലെങ്കിൽ ആ രൂപത്തിൽ സംസാരിക്കാൻ എന്തിനാണ് അധികം അവസരം CPM അംഗങ്ങൾക്ക് നഗരസഭാ ചെയർപേഴ്സൺ കൊടുത്തത് എന്ന ചോദ്യവുമായി കോൺഗ്രസ് അംഗങ്ങളും കൂടി വന്നതോടുകൂടിയാണ് സംഘർഷത്തിലേക്ക് വഴിമാറുന്നത്. കാരണം വളരെ അസാധാരണമായ ഒരു സാഹചര്യമാണ് നഗരസഭയിൽ ഉരുത്തിരിഞ്ഞത്. CPMും BJPയും നേർക്കുനേർ വരികയും CPMനും BJPക്കും കൂടുതൽ സമയം സംസാരിക്കാൻ അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അംഗങ്ങൾ കൂടി വന്നുകൂടി അതൊരു കയ്യാങ്കളിയിലേക്ക് മാറുകയായിരുന്നു. അപ്പോഴേക്കും കയ്യാങ്കളി കോൺഗ്രസ് അംഗങ്ങളും BJP അംഗങ്ങളും നേർക്കുനേരായി. അതായത് കൃഷ്ണകുമാറും ശിവരാജനും നടേശനും അടക്കമുള്ള ആളുകൾ BJPയുടെ ഭാഗത്തും മറുവശത്ത് ഭവദാസ് അടക്കമുള്ള ആളുകൾ മറുവശത്ത് വന്നതോടുകൂടി സംഘർഷം വലിയ രൂപത്തിൽ നഗരസഭയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രൂപത്തിലുള്ള സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ വഴിമാറിയത്. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിലുള്ള ചർച്ചകൾ, BJPക്കകത്ത് തന്നെ വലിയ പ്രതിഷേധങ്ങൾ, BJPയിൽ നിന്ന് തന്നെ വിമർശന സ്വരങ്ങളൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ വിശേഷം പ്രമീള ശശിധരൻ, ഇപ്പോഴത്തെ നഗരസഭാ ചെയർപേഴ്സണായിട്ടുള്ള പ്രമീള ശശിധരൻ വലിയ വിമർശനമാണ് കൃഷ്ണകുമാറിനെതിരെ അടക്കം ഉന്നയിച്ചിരുന്നത്. അതേ കൃഷ്ണകുമാർ നഗരസഭാ കൗൺസിലായി നഗരസഭയിലുണ്ട്. പ്രമീള ശശിധരൻ ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സണാണ്. അതുകൊണ്ട് തന്നെയാണ് CPM അംഗങ്ങൾക്ക് വലിയ രൂപത്തിൽ സംസാരിക്കാൻ അധികം അവസരം കൊടുത്തു എന്നൊരു വിമർശനം BJPയുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ചും ശിവരാജനും കൃഷ്ണകുമാർ അടക്കമുള്ള ആളുകൾ CPM അംഗങ്ങൾക്ക് എന്തിന് നഗരസഭാ ചെയർപേഴ്സൺ അധികം സമയം സംസാരിക്കാൻ അവസരം കൊടുത്തു എന്ന രൂപത്തിൽ കോൺഗ്രസും BJPയും ഒരേ രൂപത്തിൽ പ്രതിഷേധവുമായി വന്നതോടുകൂടിയാണ് ഈ നഗരസഭാ കൗൺസിൽ യോഗം വലിയ തർക്കത്തിലേക്ക് വഴിമാറിയത്. തർക്കം ആദ്യം വലിയ രൂപത്തിൽ കയ്യാങ്കളിയിലേക്ക് മാറുകയുണ്ടായി. കൃഷ്ണകുമാറിനെയും ശിവരാജനെയും അടക്കമുള്ള ആളുകളെ കോൺഗ്രസ് അംഗങ്ങളും CPM അംഗങ്ങളും ചേർന്ന് തടഞ്ഞു വെക്കുകയുണ്ടായി. വലിയ വാഗ്വാദവും വാക്തർക്കവുമായി ആണ് ഉണ്ടായത്. കൗൺസിൽ യോഗത്തിൽ ഏറ്റവും അധികം ഇന്ന് ചർച്ചയായത് ഈ ഉപതെരഞ്ഞെടുപ്പിലെ BJPയുടെ വോട്ട് ചോർച്ചയാണ്. ഇപ്പോൾ പാലക്കാട് നിന്നും പ്രസാദ് ഉടുമ്പിശ്ശേരി കൂടി ചേരുന്നുണ്ട്. പാലക്കാട് നഗരസഭയിലാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. കൗൺസിൽ യോഗത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. LDF BJP അംഗങ്ങൾ തമ്മിലാണ് കയ്യാങ്കളിയും വാക്കേറ്റവും ഒക്കെ ഉണ്ടായത്. വലിയ തരത്തിലുള്ള സംഘർഷമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രസാദ്, എന്തായാലും ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോട് കൂടിയിട്ട് വലിയ തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് പാലക്കാട് നഗരസഭയിൽ നടക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയാണ്. അതാണിപ്പോൾ നഗരസഭ ചേർന്നപ്പോൾ വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്കും കയ്യാങ്കളിയിലേക്കും നയിച്ചിരിക്കുന്നത്. അവിടെ നിന്നുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പോൾ ഇവർ തമ്മിലുള്ള സംഘർഷം
അറിവ് വന്നിട്ടുണ്ട്. ഈ നഗരസഭ തുടങ്ങുമ്പോൾ, കൗൺസിൽ യോഗം തുടങ്ങുന്ന സമയത്ത് ചോദ്യം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തർക്കമുണ്ടായിരുന്നു. അതിൽ ആദ്യം കോൺഗ്രസിലെയും ലീഗിലെയും മുതിർന്ന അംഗങ്ങൾ എഴുന്നേറ്റ് നിന്നു. അതിൽ ആദ്യം എഴുന്നേറ്റ് നിന്ന ലീഗ് അംഗത്തിന് സെയ്ദ് മീരാന് സംസാരിക്കാം എന്ന് ചെയർപേഴ്സൺ പറഞ്ഞതോടുകൂടി പിന്നീട് അത് സംബന്ധിച്ചുള്ള തർക്കമായി. തുടർന്നാണ് CPM അംഗങ്ങൾ BJPയുടെ വോട്ട് എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചുകൊണ്ട് BJP കൗൺസിലർമാരെ പരിഹസിച്ചത്. ഇത് വലിയ വാക്കേറ്റത്തിലേക്കും പിന്നീട് കോൺഗ്രസ്സുകാർ കൂടി ഇതിനകത്ത്, കോൺഗ്രസ് കൗൺസിലർമാർ കൂടി ഇതിനകത്ത് പങ്കാളികളാകുകയും പിന്നീട് വലിയ സംഘർഷം BJPയും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ ഉണ്ടാവുകയാണ് ചെയ്തത്. ശരി പ്രസാദ്, പാലക്കാട് നഗരസഭയിലാണ് വാക്കേറ്റവും സംഘർഷവും കയ്യാങ്കളിയുമൊക്കെ ഉണ്ടായിരിക്കുന്നത്.